BJPക്ക് കൊടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ വാഹനം വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ്, വീട് വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന്റെ പിടുത്തമെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് 30,000 രൂപയാണ് എനിക്ക് കൈവശം ലഭിക്കുന്നത്. അപ്പോൾ നഗരസഭ അത് ഇപ്പോൾ 850 രൂപയുടെ വാടക അത് കുറഞ്ഞുപോയി എന്നാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്കും. ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഇത്രയും നാൾ 7 വർഷമില്ലാത്ത ഒരു ആക്ഷേപം BJP ഉന്നയിക്കുകയും MLA അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം. ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. അദ്ദേഹത്തിന്റെ മണ്ഡലം അരുവിക്കരയായിരുന്നു അന്ന്. അദ്ദേഹം MLA ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടുകൊണ്ടിരുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുകയാണോ അദ്ദേഹം ചെയ്യുന്നത്? ഞാൻ എന്റെ സ്വദേശം കിഴക്കൂട്ടമാണ്, അവിടെ കുടുംബ വീടുണ്ട്. പക്ഷെ വട്ടിയൂർക്കാവിൽ വീടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ലോൺ എടുത്ത് വീട് വാങ്ങി ഇവിടെ താമസിക്കുകയാണ്. എന്തിനാ? ഇവിടുത്തെ ആളുകൾക്ക് അതാണ് സൗകര്യം. വട്ടിയൂർക്കാവിന്റെ MLA ആയതുകൊണ്ട് എന്നെ തിരക്ക് മറ്റിടത്തും പോകേണ്ട കാര്യമില്ല, വട്ടിയൂർക്കാവിൽ തന്നെ വന്നാൽ MLA കാണാം. അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും മറ്റും ഈ നിലയിൽ പ്രചരിപ്പിച്ച് അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതിന് ശബരിനാഥൻ കൂട്ടുനിൽക്കുകയാണ്. അദ്ദേഹം തെറ്റുതിരുത്താൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അത് MLA-മാർക്ക് അവരുടെ ഗസ്റ്റിനെയോ അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രിമാരുടെ സ്റ്റാഫൊക്കെ റൂം ആവശ്യപ്പെടാം. അങ്ങനെയുള്ള ആളുകളെ താമസിപ്പിക്കാം. ഇപ്പൊ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ പറയാൻ വേണ്ടി കഴിയും. അപ്പൊ അവിടെ MLA-മാർക്ക് അലോട്ട് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ MLA ആണെങ്കിൽ എനിക്ക് അവിടെ 50 രൂപ ഉള്ളു കേട്ടോ വാടക. അതുകൂടി വേണം പറഞ്ഞെങ്കിൽ അവിടെ 50 രൂപയുള്ള വാടക. അതെന്തുകൊണ്ടാ? അത് ജനപ്രതിനിധിയുടെ ആയതുകൊണ്ട് നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്. ഒരു നിശ്ചിതമായ നാമമാത്രമായ തുക അവിടെ നിശ്ചയിച്ച് വാടക വാങ്ങുകയാണ്. അത് നമ്മൾ ഈ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയാണ്, ഡിഡക്ട് ചെയ്യുകയാണ്. 50 രൂപ അതിൽ നിന്ന് പിടിക്കും. അപ്പൊ ഇത് അതിശയോക്തിപരമായി പറയുകയാണ്. ഈ ശബരിനാഥൻ ഈ തുക കൊടുത്തിട്ടല്ലേ നേരത്തെ വാടക എടുത്തിരുന്നത്? താമസിക്കുന്നുണ്ട്. അതിൽ അതിശയോക്തി ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ MLA-മാർക്ക് നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ അവിടെ വന്ന് തങ്ങാം, ഇല്ലെങ്കിൽ MLA-മാരുടെ സ്റ്റാഫിന് താമസിക്കാം, അല്ലെങ്കിൽ MLA-മാർ നിർദ്ദേശിക്കുന്നവർക്കവിടെ താമസിക്കാം. അതിലൊന്നും അതിശയോക്തി ഇല്ല. അതൊക്കെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ വാടക കുറഞ്ഞുപോയി എന്ന് പറയുന്ന ശബരിനാഥൻ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ശാസ്തമംഗലത്തെ MLA ഹോസ്റ്റലിന് 50 രൂപ കൊടുത്തത് അദ്ദേഹം അംഗീകരിക്കും? അത് തീരെ കുറവാണെന്ന് അദ്ദേഹം പറയൂ? ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം അതാണ്. അപ്പൊ അത് ശരിയായ രീതിയല്ല. അത് പണ്ട് കാലം മുതൽ, ഞാനിപ്പോ MLA ആയിട്ട് 7 കൊല്ലമായുള്ളൂ. ഇവിടെ എത്രയോ സീനിയർ ആയിട്ടുള്ള വളരെ വലിയ നേതാക്കന്മാരുണ്ട്. അവരും ഈ മുറികൾ ഈ നിലയിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്റെ സൗകര്യാർത്ഥം, ജനങ്ങളുടെ സൗകര്യാർത്ഥം താഴത്തെ നിലയിൽ, കാരണം രോഗികളടക്കമുള്ള ആളുകൾ MLA ഓഫീസിൽ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾക്ക് സഹായം കൊടുത്ത ഒരു ഓഫീസ് കൂടിയാണ് MLA-യുടെ ഓഫീസ്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരികയാണ്. വികലാംഗരായിട്ടുള്ള ആൾക്കാരുണ്ട്, വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. ഇവർക്കൊക്കെ വന്ന് കാണാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ആർക്കും ആക്ഷേപമില്ല. BJP അത് ഉന്നയിക്കുന്നു, കോൺഗ്രസ് ഇപ്പോൾ അത് ഏറ്റെടുക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് 31 വരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അതുവരെ നിയമപരമായി അവർ തുടരാനുള്ള കാര്യമുണ്ട്. ഇന്നലെ മേയർ സംസാരിച്ചപ്പോൾ ആ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇനി വാടക കുറവാണെങ്കിൽ അവർ വാടക കൂട്ടട്ടെ, കൂടിയ വാടക നമുക്ക് കൊടുക്കാം. അത്രയുള്ളതുമായിട്ടുണ്ട്. അതെ, അവിടെ താമസിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. MLA-യുടെ അറിവോടുകൂടി ആരെ വേണമോ അവിടെ താമസിപ്പിക്കാം. ഞങ്ങൾ ഈ 5 വർഷക്കാലം MLA ആയിരിക്കുന്നിടത്ത കാലം ആ റൂം ഉപയോഗിക്കാം. അത് ഒന്നുകിൽ MLA-ക്ക് ഉപയോഗിക്കാം, MLA-യുടെ സ്റ്റാഫിന് ഉപയോഗിക്കാം. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അത് MLA നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകാം. അത് ഞാൻ മാത്രമല്ല, ബാക്കി എല്ലാ MLA-വരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു അപരാധം കാണേണ്ട കാര്യമില്ല. ശബരിനാഥൻ 24 മണിക്കൂർ അവിടെ വന്നിരിക്കും. അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ആ റൂമിൽ താമസിക്കാനുള്ള അനുവാദം കൊടുക്കും. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവിടെ ആരൊക്കെ താമസിച്ചിരുന്നേ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ അല്ലേ അവിടെ താമസിച്ചിരുന്നത്. കേരളത്തിന്റെ വലിയ നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊക്കെ വലിയ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുകയാണ്. ശബരിനാഥൻ അങ്ങനെയല്ലേ ചെയ്തത്? അത്രയുള്ളതുമായി ബന്ധപ്പെട്ടു.
അല്ല, ഇതെല്ലാം നമുക്ക് വിവരാവകാശ മുഖാന്തരം കിട്ടുന്നതാണല്ലോ. MLA-ക്ക് കോൺസ്റ്റിറ്റ്യൻസി അലവൻസ് ആയിട്ട് 25,000 രൂപ, ടെലിഫോൺ അലവൻസ് ആയിട്ട് 11,000 രൂപ, ഇൻഫർമേഷൻ അലവൻസ് ആയിട്ട് 4,000 രൂപ, സംചറി അലവൻസ് ആയിട്ട് 8,000 രൂപ, അങ്ങനെ 50,000 രൂപയാണ്. പ്ലസ് TA 20,000 രൂപ വരെ ലഭിക്കാം. വേരിയിങ് ആയിരിക്കും. ഇതാണ് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ്. ഇതാണ്. പുറമെ ഇന്ധന അലവൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മാത്രമാണ് അലവൻസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന പ്രചരണം എന്താ? വാടകയ്ക്ക് വേണ്ടി 25,000 രൂപ MLA എഴുതി വാങ്ങുന്നു, എന്നിട്ട് കുറഞ്ഞ തുക കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യക്തിഹത്യയാണ്. ആ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിനകത്ത് വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് BJP-യും കോൺഗ്രസും ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവർ വരുന്ന ദിവസം ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ. അപ്പൊ അതിനൊക്കെ നമുക്ക് മറുപടി പറയുന്നതിൽ ഒരു പ്രയാസവും ഇല്ല. മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മറ്റിടങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് BJP-യുടെ കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ശബരിനാഥിന്റെ പോസ്റ്റിലെയും മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെ, ഇപ്പൊ BJP-യുടെ മേയർ ഇന്നലെ വിഷയം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ശബരിനാഥൻ തുടങ്ങുകയാണ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താ? BJP ഉന്നയിക്കുന്ന അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അവർ ഭരിക്കുന്ന കർണാടകത്തിൽ പാവങ്ങളുടെ വീട് ഇടിച്ചു നിർത്തിയ ചിത്രം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പൊ ഇതേ മാതൃകയിൽ ഗുജറാത്തിലും UP-യിലും ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അനധികൃതമായി ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. അത് പരിശോധിക്കാനുള്ള എല്ലാ അധികാരവും കോർപ്പറേഷനുണ്ടല്ലോ. കോർപ്പറേഷന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പഴയ മേയറായതുകൊണ്ട് തുറന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഇരുന്നതല്ല. കോർപ്പറേഷന്റെ കൌൺസിൽ അംഗീകരിച്ച് വാടക നിശ്ചയിച്ച് ആ നോംസ് അനുസരിച്ചിട്ടായിരിക്കും ഒരു വാടക നിശ്ചയിച്ചത്. കൊമേഴ്സ്യൽ സ്ഥാപനം അല്ലാത്തതുകൊണ്ട് കുറഞ്ഞ വാടക നിശ്ചയിച്ചു, അത്രയേ ഉള്ളൂ. ഇനി അത് കൂട്ടണമെന്നാണ് കോർപ്പറേഷൻ തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വാടക കൊടുക്കാൻ തയ്യാറാണ്.